സ്വർണവും പണവും മോഷ്ടിച്ച് ഐഫോണും ബൈക്കും വാങ്ങാമെന്ന് പ്രലോഭിപ്പിച്ചാണ് ഈ പെൺകുട്ടി പ്രതികളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇതിനായി കൊല്ലത്ത് നിന്ന് 2 സുഹൃത്തുക്കളുമായി 15-ന് ശനിയാഴ്ച വൈകുന്നേരത്തോടെ കൗമാരക്കാരായ കുട്ടി ക്രിമിനലുകൾ ട്രെയിൻ മാർഗം ഹരിപ്പാടെത്തി. ഇതിൽ 2 പേരാണ് ആദ്യം വീടിനകത്ത് കയറിയത്. കട്ടിലിൽ ഉറങ്ങിക്കിടന്ന ശിവൻകുട്ടിയെ ഇവർ കിടക്ക വിരികൊണ്ട് കെട്ടിയിട്ട ശേഷം ആക്രമിക്കുകയായിരുന്നു. പിന്നാലെ മുൻവാതിൽ തുറന്ന് സംഘത്തിലെ 3-ാമനെയും അകത്ത് കയറ്റി. തുടർന്ന് 3 പേരും ചേർന്നായിരുന്നു ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തന്നെ ശിവൻകുട്ടി ഈ പ്രതികളുടെ ശബ്ദം കേട്ട് എണീറ്റ് വന്നപ്പോഴാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്നൊരു വാദം കൂടി ഉയർന്നു വന്നിട്ടുമുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ച് 2 പേർ മുൻവാതിലിലൂടെ പുറത്തിറങ്ങി. 3-ാമൻ മുൻവാതിൽ അകത്തുനിന്ന് അടച്ച ശേഷം കയറിയതുപോലെ എയർ ഹോൾ വഴി പുറത്തേക്കിറങ്ങി. ഈ സംഭവങ്ങളെല്ലാം പെൺകുട്ടി വീഡിയോ കോളിലൂടെ കണ്ടിരുന്നു. കൊലയ്ക്കും മോഷണത്തിനും ശേഷം വീട്ടിൽ മുളകുപൊടി വിതറിയ അവർ ശൗചാലയത്തിലും പുറത്തും ദ്രവരൂപത്തിലുള്ള രാസവസ്തു തളിച്ചിട്ടുമുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. ശൗചാലയത്തിൻ്റെ പിന്നിൽ ഈ കുപ്പികൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആസ്ബറ്റോസ് ഷീറ്റ് പൊട്ടിയിരുന്നില്ല എങ്കിൽ പ്രതികൾ അകത്ത് കയറിയ വഴി എങ്ങനെയെന്ന് പോലീസിന് കിട്ടുമായിരുന്നില്ല. പോലീസ് ആശയക്കുഴപ്പത്തിലാകുമായിരുന്നു. ആസ്ബറ്റോസ് ഷീറ്റ് പൊട്ടിയത് കണ്ടാണ് പ്രതികൾ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചത് ഇങ്ങനെയാണ് എന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. പെൺകുട്ടിയിൽ നിന്ന് എല്ലാ തെളിവും ശേഖരിച്ച് അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോഴും പെൺകുട്ടിയുടെ ഈ ക്രിമിനൽ സുഹൃത്തുക്കൾ പോലീസിനെ നേരിട്ടത് ഒരു ഭാവഭേദവും ഇല്ലാതെയായിരുന്നു. എന്നാൽ സ്വന്തം മക്കൾ കൊലപാതകം ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച അമ്മമാർ പോലീസിനോട് വാദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പോലീസ് തെളിവുകളെല്ലാം നിരത്തിയതോടെ അവരും ഞെട്ടിപ്പോയി. പലരും പൊട്ടിക്കരഞ്ഞു. പോലീസിന്റെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം മൂവരും നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനായി. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ് 3 പ്രതികളുടെയും കുടുംബം. ഈ കുട്ടി ക്രിമിനലുകൾക്ക് ലഹരി ഇടപാടുണ്ടോ എന്നടക്കം നാട്ടുകാർ ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. കവർച്ച നടത്തിയ സ്വർണത്തിന്റെ ചെറിയ ഭാഗം വിൽപ്പന നടത്താൻ സംഘത്തിലെ പ്രായപൂർത്തിയായ മോഷണ കേസ് പ്രതിക്കാണ് കൈമാറിയത്.